നമസ്തേ. സന്ദേശമാല കുറച്ച് ദിവസമായിട്ട് മൂകാംബികയിലെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. തുടർന്നും ഒന്ന് രണ്ട് ദിവസം മൂകാംബികയിലെ വിശേഷങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് മസ്തികെട്ടിലെ വിശേഷത്തെക്കുറിച്ചാണ്. മസ്തികെട്ടിൽ നിന്ന് മടങ്ങുന്നത് വരെയാണ് കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ചത്. ഇന്ന് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. മസ്തികെട്ടിൽ നിന്ന്, അതായത് വനദുർഗയിൽ നിന്ന് ഞങ്ങൾ മടങ്ങി വന്നാൽ നേരെ സൗവർണിക തീരത്തേക്ക് പോകും. ആ സൗവർണിക തീരത്തിലുള്ള അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു മുമ്പായിട്ട് സൗവർണികയിലൊന്ന് ഇറങ്ങി കുറച്ചു നേരം ആ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നോക്കി അവിടെ ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ നിൽക്കും. ആ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാലിൽ നിന്ന് ആ തണുത്ത വെള്ളത്തിൻ്റെ ആ ഒരു സുഖം ഇങ്ങനെ അരിച്ചരിച്ചരിച്ചരിച്ചരിച്ച് നെറുകിൽ വരെ എത്തും. ആ വെള്ളത്തിൻ്റെ തണുപ്പ് അത്ര മാത്രവുമല്ല, സൗവർണികയിലെ ജലത്തിന് ഔഷധ ഗുണം ഉള്ളതുമാണ്. കുറേ നേരം അവിടെ ഇരുന്ന് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ വരുന്നത് നേരെ ഗണപതി ക്ഷേത്രത്തിൽ. ആ ക്ഷേത്രത്തിൽ അധികം ആളുകളൊന്നും വരാറില്ല. ഒരു ചെറിയൊരു തന്ത്രി ഉണ്ടാവും, ഒരു പൂജാരി ഉണ്ടാവും അവിടെ. അദ്ദേഹവുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് ചോദിക്കും. അവിടുത്തെ കുരങ്ങന്മാരെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും. അത് കഴിഞ്ഞ് നേരെ വിദ്യാധര സ്വാമികളുടെ ആശ്രമം. ആശ്രമം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു ചെറിയ കുടില്, അത്രയേ ഉള്ളൂ. അതാണ് വിദ്യാധര സ്വാമിയുടെ ആശ്രമം എന്ന് പറയുന്നത്. ഒരു കുടിലാണ്. ചാണകം കൊണ്ട് മെഴുകിയ ഒരു തറ, ഒരു മുറിയുള്ളൂ അതിനകത്ത്. ചെറിയ കുറച്ച് ആഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള ചെറിയൊരു അടുക്കള പോലൊരു സ്ഥലം, അത്രയേ ഉള്ളൂ. അത് സ്വാമി ഒറ്റയ്ക്കാണ്. പിന്നെ എവിടുന്നെങ്കിലുമൊക്കെ ചില ദൂരദേശങ്ങൾ നോക്കാൻ സ്വാമിയുടെ സമാന മനസ്കരായിട്ടുള്ള ആളുകൾ വന്നാൽ അവിടെ തങ്ങും. സ്വാമി അവിടെ ആ വരാന്തയിൽ ചാണകം മെഴുകിയ തറയിൽ കോലം ഇട്ട് വെച്ചിട്ടുണ്ടാവും. രസകരമായിട്ട് കോലിടുന്ന ആളാണ് സ്വാമി. നല്ല അരിപ്പൊടി കൊണ്ടൊക്കെ കോലം ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. കുറെ നേരം അവിടെ ഇരുന്ന് ആ കോലത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കി. സ്വാമി ചോദിക്കുമ്പോൾ അരിപ്പൊടിയാണ്. പക്ഷെ പലർക്കും കോലം എന്തിനിടുന്നു എന്നുള്ളത് അറിയാറില്ല. ഞാൻ തന്നെ ഒരു അഗ്രഹാരത്തിൽ ചെന്ന സമയത്ത് അവിടെയൊക്കെ കോലപ്പൊടി എന്ന ഒരു പൊടി വാങ്ങാൻ കിട്ടും. അതൊരു കല്ലിൻ്റെ പൊടിയാണ്. ആ പൊടി കൊണ്ട് കോലം ഇട്ട് വെക്കുന്ന എത്രയോ വീടുകളുണ്ട്. എന്തിനു വേണ്ടി കോലം ഇടണ് എന്നുള്ള തത്വത്തെ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആ കോലം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അരിപ്പൊടി കൊണ്ട് കോലം ഇട്ടതും കണ്ടു. എന്നിട്ട് അരിപ്പൊടിയിട്ട കോലത്തിൻ്റെ ചുറ്റും ഉറുമ്പ് പൊടി ഇങ്ങനെ വട്ടത്തിൽ ഒരു വേലി കെട്ടിയതുപോലെ ഒരു സെക്യൂരിറ്റി. ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചു പരിചയപ്പെട്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവർ പറഞ്ഞു ഉറുമ്പുകൾ വല്ലാതെ വന്നാലും അതിനു വേണ്ടി ഉറുമ്പ് വരാതിരിക്കാൻ ഉറുമ്പിൻ്റെ പൊടിയാണ് ഈ വട്ടത്തിൽ ഇട്ട് വെച്ചത് എന്നാണ്. കഷ്ടം എന്നല്ലാണ്ട് എന്ത് പറയാനാണ്? എന്തിനാ നമ്മൾ കോലിടുന്നത്? കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. അവർക്കൊരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അരിപ്പൊടി കൊണ്ടിടണ്ടേ? അതിന് പകരം കല്ലിൻ്റെ പൊടി കൊണ്ടിട്ടിട്ട് എന്താ കാര്യം? അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതറിഞ്ഞിരിക്കേണ്ടവരാണ് അങ്ങനെ ചെയ്യുന്നത്. കോലം എന്തിനിടുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്താലോ
അവർക്കത് താല്പര്യവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളാണ്. സ്വാമിയുമായിട്ട് കുറേ നേരം സംസാരിച്ച് കോലത്തെക്കുറിച്ച് ചോദിച്ചു. കോലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, സ്വാമി വനത്തിലേക്ക് പോകും. വനത്തിൻ്റെ ഉൾവനങ്ങളിൽ പോയിട്ട് സ്വാമി പച്ചിലകൾ പറിച്ചു കൊണ്ടുവന്ന് അത് കുത്തിപ്പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് എണ്ണ കാച്ചി, ആ എണ്ണ വേദനാ സംഹാരിയാണ്. പലപ്പോഴും അവിടെ വരുന്നവരാരെങ്കിലുമൊക്കെ ചോദിച്ചാൽ സ്വാമി കൊടുക്കും. ചോദിച്ചാലേ കൊടുക്കുള്ളൂ. നമ്മളെന്തെങ്കിലും ദക്ഷിണയായിട്ട് പോരാൻ നേരം അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യും. അതൊരു പതിവാണ്. പ്രത്യേകിച്ച് പി ആർ നാഥൻ സാർ പറയും, സ്വാമിക്ക് ദക്ഷിണ കൊടുക്കാതെ മടങ്ങരുത്. ആ ദക്ഷിണയൊക്കെ കൊടുത്ത് സ്വാമി വളരെ സന്തോഷമായി സ്വാമിയോട് ചില ചോദ്യങ്ങൾ നാഥൻ സാർ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും, ഉത്തരം അറിയാവുന്ന ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. എനിക്ക് ആദ്യകാലത്തൊന്നും മനസ്സിലായിട്ടില്ല, എന്താ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാലോ ഉത്തരം. പി ആർ സാറിന് അറിയാം ഉത്തരം, പിന്നെ എന്തിനാ ചോദിക്കുന്നത്. കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്ന ആൾ ഇദ്ദേഹത്തിന് അറിയാത്ത വല്ല ഉത്തരവും പറയുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ ചോദിക്കുന്നതാണ്. അതൊരു നിരീക്ഷണ ബുദ്ധിയാണ്. അത് ഏറ്റവും കൂടുതലുള്ള ആളാണ് പി ആർ നാഥൻ സാർ. അവിടെ നിന്ന് സ്വാമിയുമായിട്ട് ഒരു സത്സംഗമൊക്കെ കഴിഞ്ഞ് മടങ്ങി നേരെ ഗരുഡ ഗുഹയിൽ പോയി കുറച്ച് നേരം രണ്ടുപേരും അവിടെ ഇരിക്കും. ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ രണ്ടുപേരും മൗനമായിട്ട് അവിടെ ഇരിക്കും. അത് എൻ്റെ ഗുരുനാഥൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം അങ്ങനെയാണ്. അവിടെ അങ്ങോട്ട് ഇരുന്ന് മൗനമായിട്ടിരിക്കുമ്പോൾ ആ മൗനത്തിൽ നിന്നും ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് വേറെ വിഷയം. കുറേ നേരം അവിടെ ഇരുന്നിട്ട് ആ ഗരുഡ ഗുഹയിൽ നിന്ന് ഒന്ന് നേരെ ഹരേ കൃഷ്ണക്കാരുടെ ഒരു ചെറിയ സങ്കേതം അവിടെ തന്നെ ഉണ്ട്. അവിടെ അവരുമായിട്ട് ഒരിക്കൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ അവിടെ ഒരു യുവാവും ഒരു യുവതിയും ഉണ്ടായിരുന്നു. അരുവിവാഹമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നവരാണ്. അന്ന് അവൾ ഗർഭിണിയായിരുന്നു മുമ്പ് ഞങ്ങൾ പോയപ്പോൾ. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ഗർഭമില്ല, പ്രസവിച്ചിരിക്കണം. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രസവിച്ചതാണ്, കുട്ടി പെൺകുട്ടിയാണ്, ഒന്ന് കാണാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ. അപ്പോൾ അതിനെന്താ കാണാമല്ലോ, അവരവരുടെ ഭാഷയിലാണ് പറയുന്നത്. കുട്ടിയോട് പറയാ, രണ്ട് മുത്തശ്ശന്മാർ വന്നിട്ടുണ്ട് അവളുടെ വീട്ടിൽ, ആ എടുത്തു കൊണ്ടുവന്ന് എന്താ പേരിട്ടിരിക്കണത് എന്ന് ചോദിച്ചു. നമ്മൾ വല്ല വിദേശ പേരുകളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. നികുഞ്ചവാസിനി എന്നാണ് പേര്. നികുഞ്ചവാസിനി, എത്ര നല്ല പേരാണ്. ഇടാൻ തോന്നിയല്ലോ അവർക്കത്, വിദേശികൾക്ക്. ആ നികുഞ്ചവാസിനിയെ ഞങ്ങൾ ഒന്നെടുത്ത് കുട്ടികളെ കണ്ട അപ്പം എനിക്ക് എടുക്കണം. കുട്ടികളെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതൊക്കെ എടുത്ത് കുറച്ച് നേരം വന്നിട്ട് ആലോചിച്ച് അവിടെ വെച്ച് ഞങ്ങളിതിനെ മടങ്ങി വരുമ്പോൾ നാഥൻ സാറും ഞാനും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നികുഞ്ചവാസിയെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വരുമ്പോൾ നികുഞ്ചവാസിനി നമ്മളുടെ അടുത്തേക്ക് നടന്ന് വരുമെന്ന് സാറിനോട് പറയാം. അത് വാസ്തവമായിരുന്നു. പിന്നീട് എന്തായാലും മൂകാംബിയെ നേരത്തെ ഒരു ഓട്ടപ്രദർശനം നടത്തിയതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് സന്ദേശമാലയിൽ ഇത്തരം കാര്യങ്ങൾ മൂകാംബിയെക്കുറിച്ച് പറയാൻ കിട്ടിയ അവസരം. എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.